everyone, welcome back to another video. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാം, എങ്ങനെ തെറ്റുകൂടാതെ ശരിയായ രീതിയിൽ ഇംഗ്ലീഷിൽ എങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ. ക്യാപിറ്റൽ ലെറ്റേഴ്സിന് പകരം നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യും, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ അതൊന്നുമില്ലാതെ എങ്ങനെ ശരിയായ രീതിയിൽ ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാമെന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ യൂസസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് വൺ, നമ്മളൊരു വാക്യത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ. അപ്പോൾ നമുക്ക് 2 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ വോം. ഇതൊരു വാക്യമാണ്. അതിൻ്റെ തുടക്കത്തിൽ ദ എന്നുള്ളൊരു വേർഡാണ് വന്നിട്ടുള്ളത്. അതിൽ ടി എന്ന അക്ഷരം നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതൊരു വാക്യത്തിൻ്റെ ആദ്യമായതുകൊണ്ടാണ്. രണ്ടാമത്തെ എക്സാമ്പിളാണ് എക്സസൈസ് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്. അതിൽ നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ലെറ്ററാണ്. അപ്പോൾ ഒരു വാക്യത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ് യൂസ് ചെയ്യുക. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് ബി. ഒരു കവിതയിലെ വരികളുടെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഡാംസൽ വിത്ത് എ ഡുൾസിമ. ആ ഒരു കവിതയുടെ വേർഡ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് കവിതകൾ കണ്ടിട്ടുണ്ടാകും. അതിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലെ ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, തേർഡ് വൺ സി. ആളുകൾ, സ്ഥലങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ മുതലായവയുടെ പേരിനോടുകൂടി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു സ്ഥലമാണ്. ഇന്ത്യയുടെ ഐ എന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററാണ്. ഫോർ എക്സാമ്പിൾ അനദർ ഒരു നെയിം ജോൺ മിൽട്ടൺ, അതും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ അമേരിക്ക ആവട്ടെ, കാലിഫോർണിയ ആവട്ടെ, ഇതൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിന് വേണം യൂസ് ചെയ്യാനായിട്ട്. ദെൻ നാലാമതായിട്ട് ഡി എന്ന് പറയുന്നത് രാഷ്ട്രങ്ങളുടെയും മറ്റും പേരുകൾ നമ്മൾ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ തുടക്കത്തിൽ ക്യാപിറ്റൽ ലെറ്ററാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഫ്രാൻസിലെ എഫ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ഫ്രഞ്ച് അതിലെയും എഫ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ഇന്ത്യയിലെ ഐ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഇതുപോലെ രാഷ്ട്രങ്ങളുടെ പേരുകളും മറ്റും സൂചിപ്പിക്കാൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററാണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമതായി, അതായത് ഈ ദിവസങ്ങൾ, മാസങ്ങൾ, ആഘോഷങ്ങൾ, കാലഘട്ടങ്ങൾ എന്നിവയുടെ പേരിനോട് കൂടി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൺഡേ, ക്രിസ്മസ്, നവംബർ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. അത് ദിവസങ്ങളും മാസങ്ങളും ഇനി ആഘോഷങ്ങളും ഒക്കെ ആവട്ടെ, നമ്മൾ ആ വേർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ആറാമതായിട്ട് പറയുകയാണെങ്കിൽ എഫ്. പുസ്തകങ്ങളുടെയും കലാസൃഷ്ടികളുടെയും പേരിനോടുകൂടി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഏറ്റവും കൂടുതലായി യൂസ് ചെയ്തിട്ടുള്ളത്. ദ രാമായൺ, അതായത് രാമായണിൽ ആർ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ദ ബൈബിൾ, ബൈബിളിൻ്റെ ബി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ദെൻ മൊണാലിസ, അതിൽ നമ്മൾ എം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ദെൻ ദ ലാസ്റ്റ് സപ്പർ, അതും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററുകളാണ്. ദെൻ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററുകളാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് എഫ് ജി. ജി എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ മസ്റ്റായിട്ടും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അള്ളാഹ്, അതെന്നുള്ള വേർഡ് നമ്മൾ എ ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ ലോർഡ്, എൽ ക്യാപിറ്റൽ ലെറ്ററാണ് അവിടെ. അതുപോലെ സേവിയർ, ഇതൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം, പ്രത്യേകം സൂക്ഷിച്ച് വേണം നമ്മളത് എഴുതാനായിട്ട്. സോ നെക്സ്റ്റ് എയ്ത്ത് വൺ, അതായത് എച്ച്. പ്രോപ്പർ നൗണിൽ നിന്ന് വരുന്ന നാമവിശേഷങ്ങളെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സോട് കൂടിയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പ്രോപ്പർ നൗണിൽ നിന്ന് വരുന്ന നാമവിശേഷങ്ങൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ, മുസ്ലിം, ഇവയൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഈ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, നയൻത്ത് വൺ. ആളുകളുടെ സ്ഥാനത്തെ കുറിക്കുന്നതിനും പ്രത്യേകതരം വസ്തുക്കളെക്കുറിച്ച് പരാമർശിക്കുന്നതിനൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ദ മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജ്, ദ ഗോൾഡൻ ഫ്ലീസ്, ദ എക്സ്റ്റേണൽ സിറ്റി, ഇതൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ഓൺലി 10th വൺ, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ചില ഡിഗ്രീസ്, BA, MA, ഇതൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് BA മീൻസ് ദ ബാച്ചിലർ ഓഫ് ആർട്സ്, MA മീൻസ് ദ മാസ്റ്റർ ഓഫ് ആർട്സ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സൂചിപ്പിക്കുന്നത് ഷോർട്ടായിട്ടാണ്. ഇപ്പോൾ BA ആവട്ടെ MA, ഇത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. 10ാമത്തേത് ഇതാണ്, സംഘടനകളെയും ഡിഗ്രികളെയും ഒക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഷോർട്ടായിട്ട് സൂചിപ്പിക്കുന്നതിന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നു.
ഫോർ എക്സാമ്പിൾ BA, MA, അതുപോലെ തന്നെ ചില ഓർഗനൈസേഷനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ നമ്മൾ ഷോർട്ടാക്കിയിട്ട് UNO നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO, അതുപോലെ MBBS, എനി ഡിഗ്രി, എല്ലാത്തിനെയും നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ്, മൊത്തം നമ്മൾ 10 കാര്യങ്ങളാണ് അതിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മസ്റ്റായിട്ടും യൂസ് ചെയ്തിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും